അപ്പോൾ ദേ നമ്മുടെ എക്സാം ഒക്കെ ഇങ്ങ് അടുത്ത് വന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ യൂട്യൂബിലും ആപ്പിലും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാ ക്ലാസ്സുകൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത് തരുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റഡി ലീവിൻ്റെ ടൈമിൽ നിങ്ങളുടേതായ ഭാഗത്തും നിങ്ങളൊരു എഫേർട്ട് ഇടണം അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഓരോ സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സ്റ്റഡീസിൻ്റെ വെയിറ്റേജ് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊരു കാര്യം നിങ്ങൾക്ക് അവിടെ മനസ്സിലായിട്ടുണ്ടാകും. ഇനി നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്നൊരു കാര്യം കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി വരുന്നു. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മിക്ക ചാപ്റ്റേഴ്സിൽ നിന്നും എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ വരുന്നത്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് പാറ്റേണിൽ മാറ്റമുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അധികം പ്രാക്ടീസ് ചെയ്ത് പരിചയമില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് ഇതുവരെ എഴുതിയ രീതി അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു 3 or 5 ഇയേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേഷൻ ഒക്കെയാണ്. പക്ഷെ ഒരു കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെ അങ്ങോട്ട് മാറുകയാണ്. ഇപ്പോൾ മോഡൽ എക്സാമിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് നിങ്ങളൊന്ന് എക്സാം എഴുതി നോക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് എത്രമാത്രം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരു കാര്യം നമുക്കറിയുള്ളൂ. കാരണം താഴത്തെ ക്ലാസ്സുകളെല്ലാം ചാപ്റ്റേഴ്സൊക്കെ ഐ മീൻ സിലബസ് അടക്കം മാറ്റി വരുന്നുണ്ട്. അപ്പോൾ +1 +2 എത്തുന്ന സമയത്ത് ആദ്യമേ ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കും മാറ്റി നോക്കുന്നത്. പിന്നെ പതിയെ സിലബസിലൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് പാക്കേജ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, എന്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെയാവും ഒരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ഏതെങ്കിലും ചാപ്റ്റേഴ്സിനെ കുറിച്ച് ആവശ്യമാണ്, ഈ ടോപ്പിക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരെ ചാപ്റ്ററിലോട്ട് നമ്മൾ ഓരോ ചാപ്റ്റർ നമ്മൾ നോക്കുകയാണ്. എന്താണ് ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഏതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാമെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം 5 മാർക്ക് എന്ന് വെച്ചാൽ കറക്റ്റ് 5 മാർക്ക് എന്നല്ല, 5 മുതൽ ഒരു 6-7 മാർക്കിന്റെ ചോദ്യങ്ങൾ വരെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഡിഫറെന്റ് കോൺസെപ്റ്റ്സ്, മാനേജ്മെന്റ് ഡിഫറെന്റ് കോൺസെപ്റ്റ്സും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, ഈ ഒരു കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. മെയിൻ ആയിട്ട് ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്, ഈ ഒരു 2 കാര്യങ്ങൾ. അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവൽസ് നമുക്കറിയാം, ടോപ്പ് ലെവൽ, മീഡിയം ലെവൽ, ലോവർ ലെവൽ. ഓക്കെ, ഈ ഒരു ലെവൽസ് ഓഫ് മാനേജ്മെന്റുമാണ് നിങ്ങളോട് പഠിക്കേണ്ടത്. ഇന്നൊക്കെ ഇവിടുന്ന് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് there can be a case scenario on managerial decision, identify the objective and role in business. ഓക്കെ, ഒരു കേസ് സിനാരിയോ നിങ്ങൾക്ക് തരും, ഒരു മാനേജ്മെന്റ് ഡിസിഷൻ എടുക്കുന്ന ഒരു കേസ് സിനാരിയോ തന്നിട്ട് അതിൽ നിന്ന് ഇത് ഏത് ഒബ്ജക്റ്റീവ് ആണ്, മാനേജ്മെന്റിന്റെ ഏത് ഒബ്ജക്റ്റീവ് ആണ് ഈ കേസിൽ വന്നിരിക്കുന്നത്, ആ രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ ഡിഫറെന്റ് മാനേജ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സും ഈ ഒബ്ജക്റ്റീവ്സും അറിയാവുന്ന ആൾക്കല്ലേ എഴുതാനായിട്ട് സാധിക്കുള്ളൂ ഇത് ഏത് ഒബ്ജക്റ്റീവ് ആണെന്ന്. അപ്പം ഏതെങ്കിലും ഒരു 4 ഒബ്ജക്റ്റീവ് പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല, എല്ലാ ഒബ്ജക്റ്റീവും മനസ്സിലാക്കി വെക്കുക. ഒരു സിറ്റുവേഷൻ കണ്ടാൽ ആ കേസിൽ ഏത് ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ ഉപയോഗിച്ചത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഫൈൻ, അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, 6 മുതൽ 7 6 to 7 or 8 മാർക്കിന്റെ ചോദ്യങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഫയോൾസ് പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും. അതുപോലെ ടൈലറിന്റെ പ്രിൻസിപ്പിൾ അല്ലെ, ഹെൻറി ഫയോളിനെ മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ അല്ല, നമുക്ക് ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് കൂടെ എന്ത് ചെയ്യാനായിട്ടുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് ആയാലും നമുക്ക് പഠിക്കാനുള്ള സമയത്ത് ഇതിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒരു ബിസിനസ് സിനാരിയോസ് തരാം. ഓക്കെ, എന്നിട്ട് അത് ഏത് പ്രിൻസിപ്പിൾ ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് സിനാരിയോ തന്നിട്ട് പിക്ക് ദ പ്രിൻസിപ്പിൾ അപ്ലൈഡ് ആൻഡ് ജസ്റ്റിഫൈ, അത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 പേരുടെയും പ്രിൻസിപ്പിൾസ് പഠിച്ചു വെച്ചോളുക. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിലുപരിയായിട്ട് ഹെൻറി ഫയോളിൻ്റെയും ടൈലറിൻ്റെയും 2 പേരുടെയും പ്രിൻസിപ്പിൾസ് ആണ് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചു വെക്കേണ്ടത്. മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ നോക്കുന്നത് ബിസിനസ് എൻവയോൺമെന്റ്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, നമുക്കൊരു 4 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 4 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിച്ചാൽ, അപ്പോൾ എല്ലാ നിങ്ങൾ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യണം, 4 പോയിന്റ്സ് വെച്ച് പഠിക്കുക.
മാക്സിമം 4 മാർക്കിന്റെ ചോദ്യമാണ് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഇമ്പാക്ട് ഓൺ സോഷ്യൽ, ഇക്കണോമിക്, ലീഗൽ അല്ലെ, അതായത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇക്കണോമിക്കല്, സോഷ്യല്, ലീഗല് ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഒരു സിറ്റുവേഷൻ തന്ന ശേഷം നിങ്ങളോട് അത് ചോദിക്കാനായിട്ട് പോകുന്നത് അങ്ങനെയാണ്. എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഏതാണ്, ഇത് സോഷ്യൽ സിറ്റുവേഷൻ ആണോ അല്ലെങ്കിൽ ഇക്കണോമിക്കലാണോ അല്ലെങ്കിൽ എന്ത് ഇമ്പാക്റ്റ് ആണ്, ബിസിനസ് എൻവയോൺമെന്റിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് എന്നൊരു ചോദ്യമായിരിക്കാം നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം അത് സോഷ്യൽ ആണോ, ഇക്കണോമിക്കൽ ആണോ, ലീഗൽ ആണോ എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അതാണ് ആ ഒരു ചാപ്റ്ററിന് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമ്മുടെ പ്ലാനിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. പ്ലാനിങ് ഒരു 5 മാർക്കിന്റെ ചോദ്യമൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് സ്റ്റെപ്സ് ആൻഡ് പ്ലാനിങ്, ടൈപ്സ് ഓഫ് പ്ലാൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പൊ ഇതിൽ കേസ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ്, ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇതിൽ ഏത് സ്റ്റെപ്പാണ് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ടൈപ്സ് ഓഫ് പ്ലാൻ നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സ് ആവാം, അല്ലെങ്കിൽ ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ തന്നിട്ട് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, ഓക്കെ, എന്ത് ഡിസിഷൻ ആണ് അവർ എടുക്കേണ്ടത്, അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ വേണം. അപ്പൊ എന്ത് ടൈപ്പ് ഓഫ് പ്ലാൻ ആണ് നമുക്ക് അവിടെ വേണ്ടത്, ഓക്കെ, ആ ഒരു കാര്യങ്ങൾ നമ്മളവിടെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം ഒരു സിറ്റുവേഷൻ തന്ന ശേഷം നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാനിങ്ങിന്റെ ഏത് കേസ് ആണെന്ന് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് പ്ലാൻ ആണ് നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ആവശ്യമുള്ളത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്കവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് വൺ കഴിഞ്ഞാൽ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗനൈസിങ്ങിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മെയിൻ ആയിട്ട് സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾക്ക് പിന്നെ പഠിക്കാനായിട്ടുള്ളത് ഡെലിഗേഷൻ പഠിക്കാനായിട്ടുണ്ട്. ഡെലിഗേഷൻ്റെ അകത്ത് വരുന്ന സമയത്ത് അതോറിറ്റി വേഴ്സസ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അതോറിറ്റി എന്താണ്, നമ്മൾ എലമെന്റ്സ് പഠിക്കുന്നുണ്ട് അല്ലെ, എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പം അതോറിറ്റി വേഴ്സസ് റെസ്പോൺസിബിലിറ്റി എന്താണ്, ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ ഡെലിഗേഷൻ എന്താണ്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഈ 3 കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നുള്ളത് ഈ ഒരു ഡെലിഗേഷന്റെ കാര്യങ്ങൾ, എലമെന്റ്സ് ഓഫ് ഡെലിഗേഷനും ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ പ്രോബ്ലംസോ എല്ലാം തന്ന ശേഷം നിങ്ങളോട് അതിനൊരു പ്രോപ്പർ ആയിട്ട് ഒരു സ്ട്രക്ചർ കൊണ്ടുവരാനായിട്ട് അവിടെ ആവശ്യപ്പെടാം. അപ്പൊ ഏത് സ്ട്രക്ചറാണ്, ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇതിൽ ഏത് സ്ട്രക്ചറാണ്, ഡിവിഷണൽ ആണോ, ഫങ്ഷണൽ ആണോ, ഏത് സ്ട്രക്ചറാണ് അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് ചോദിക്കും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആവാം ആ ഒരു ചാപ്റ്ററിന് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാനായിട്ട് പോകുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ഒരു പ്രോബ്ലം തന്നിട്ട് ഇവിടെ ഡിവിഷണൽ സ്ട്രക്ചർ ആണോ, ഫങ്ഷണൽ സ്ട്രക്ചർ ആണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ആ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാകണം, അതിൽ ആപ്റ്റ് ആയിട്ടുള്ള അവിടെ ഏത് സ്ട്രക്ചറാണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഡെഫിനറ്റ്ലി നമ്മൾ ഇനി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇനിയുള്ള ലൈവ് ക്ലാസ്സുകൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ ഡെഫിനറ്റ്ലി ലൈവുകൾ കൃത്യമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അതൊരു കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ട് മാറും. അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ എക്സാം ഹോളിൽ പോയിട്ട് ക്വസ്റ്റ്യൻ കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസിങ് കഴിഞ്ഞിടത്താണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്. ഒരു 8 മാർക്ക് ടു 10 മാർക്കിന്റെ ചോദ്യങ്ങൾ വരെ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനകത്ത് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഇത് 3 കാര്യമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. റിക്രൂട്ട്മെന്റ് എന്താണ്, സെലക്ഷൻ എന്താണ്, ട്രെയിനിങ് എന്താണ്. ഓക്കെ, അപ്പോൾ HR കേസ് റിക്വയറിംഗ് സൊല്യൂഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ഓർ ട്രെയിനിങ് പ്രോബ്ലംസ്. ഓക്കെ, അതായത് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് റിക്രൂട്ട്മെന്റിന്റെ ഇടയിലോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്ന ശേഷം ഇവിടെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്നൊരു കാര്യമായിരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഉണ്ട്, ട്രെയിനിങ്ങിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഇവിടെ ഓൺ ദ ജോബ് ട്രെയിനിങ് ആണോ സ്യൂട്ടബിൾ, ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണോ സ്യൂട്ടബിൾ. അപ്പോൾ ഒരു പ്രോബ്ലം തരും, ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്ന രീതിയിൽ ഇതിൽ എന്തായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അല്ലെങ്കിൽ കമ്പനിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കമ്പനിയിൽ കൂടുതൽ ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അതേസമയം ആ കമ്പനിയുടെ എറണാകുളം ബ്രാഞ്ചിൽ എന്ത് ചെയ്യുന്നില്ല, ആളുകൾ അവിടെ കുറവാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇവിടെ നിന്നുള്ള ആളുകൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി അല്ലേ, ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ചോദ്യങ്ങൾ അവിടെ വരുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. ഡയറക്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10-11 മാർക്കിന്റെ ചോദ്യങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷന്, ഡയറക്ടിങ് പ്രോസസ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. എന്താണ് ലീഡർഷിപ്പ്, എന്താണ് മോട്ടിവേഷൻ, എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ റിയൽ ബിസിനസ് എക്സാമ്പിൾസ് ഓഫ് മോട്ടിവേറ്റിംഗ് വർക്കേഴ്സ് ആൻഡ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഓക്കെ, ഇവിടെ ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ആപ്റ്റ് ആയിട്ട് വരുന്നത്, അങ്ങനെ ഒരു ആപ്ലിക്കേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ മോട്ടിവേഷൻ, ഒരു സിറ്റുവേഷൻ തന്നിട്ട് വർക്കേഴ്സ് എങ്ങനെയാണ് പ്രശ്നങ്ങൾ നേരിടുന്നത്,
അവരെ എങ്ങനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം, അല്ലെ? അല്ലെങ്കിൽ ഏത് തിയറി നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആവാൻ ചോദിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്നിട്ട് ഇവിടെ ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത്, കമ്മ്യൂണിക്കേഷനിൽ എന്ത് കാര്യമാണ് നമുക്ക് അവിടെ ആപ്റ്റ് ആയിട്ട്, എന്ത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നു, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല, അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആവാൻ ചോദിക്കുന്നത്, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആകാം. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ, ഇത് മൂന്നും കൃത്യമായിട്ട് പഠിക്കണം: ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ആണ് കൺട്രോളിങ്. ഒരു ചെറിയ ചാപ്റ്റർ ആണ്, ഒരു 4 മാർക്കിന്റെ ചോദ്യമൊക്കെയാണ് നമ്മൾ അവിടുന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ്ങും കറക്റ്റീവ് ആക്ഷൻസും ഒക്കെ അതൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ദെൻ ഇവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിറ്റുവേഷൻസ് തന്ന ശേഷം സിറ്റുവേഷൻ ഓൺ പെർഫോമൻസ് ഗ്യാപ്പ്, പ്രപ്പോസ് കൺട്രോൾ ആക്ഷൻസ്. ഓക്കെ, ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവിടെ എങ്ങനെ കൺട്രോൾ കൊണ്ടുവരണം, അപ്പൊ കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സ് ആയിരിക്കും നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, എങ്ങനെ കൺട്രോൾ കൊണ്ടുവരാന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ അവിടെ എഴുതുന്നു, അതിന്താണ് കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സ് ആണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാൻ പറ്റണം ആ സിറ്റുവേഷൻ അവിടെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെ കൺട്രോൾ കൊണ്ടുവരാം എന്നൊരു, അല്ലെങ്കിൽ പർപ്പസ് ഓഫ് കൺട്രോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സ് ആണെന്നുള്ളത്. ഓക്കെ, ഡെഫിനറ്റ്ലി ലൈവുകൾ കാണുക, നമ്മൾ അതിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലോട്ട് വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അവിടെ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഫിനാൻസ്, നമ്മൾ +1 ഓൾറെഡി പഠിച്ച ഒരു ചാപ്റ്റർ ആണ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, ഫിനാൻഷ്യൽ ഡിസിഷൻസ് എന്താണ്, ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, ഫിക്സഡ് ക്യാപിറ്റൽ എന്താണ്, ആ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ഡിസിഷൻസ്. ഓക്കെ, 3 ഫിനാൻഷ്യൽ ഡിസിഷൻസ് പഠിക്കാറുണ്ട്, അത് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന സമയത്ത് കേസ് ഓഫ് ഫിനാൻസിങ് ഡിസിഷൻ, ജസ്റ്റിഫൈ ഫിനാൻസ് മിക്സ് ഫോർ ദ ഗ്രോത്ത്. അപ്പൊ ആ രീതിയിലേക്കായിരിക്കും ജസ്റ്റിഫൈ ചെയ്യൂ, ഈ ഫിനാൻഷ്യൽ ഡിസിഷൻ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ തന്നിട്ട് ഇവിടെ എന്ത് ഡിസിഷൻ ആണ്, എന്ത് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഡിസിഷൻ ആണ് എടുത്തത്, ആ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. 12 മാർക്കിന് ചോദ്യം, ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന 2 ചാപ്റ്റർ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റും അതുപോലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റും. ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗ് മാനേജ്മെന്റിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാർക്കറ്റിംഗ് മിക്സ്, അല്ലെ, മെയിൻ ആയിട്ട് നമുക്ക് മാർക്കറ്റിംഗ് മിക്സ് 4 മിക്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, കേസ് റിക്വയർ ദ സെലക്ഷൻ ഓഫ് മാർക്കറ്റിംഗ് മിക്സ് ഫോർ എ പ്രൊഡക്റ്റ് ലോഞ്ച്. ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എന്താണ്, 4 പീസ് ഓഫ് മാർക്കറ്റിംഗ് ഏതെങ്കിലും ചോദിക്കും. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് സെല്ല് ചെയ്യുന്ന ടൈമിൽ ഏതൊക്കെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് അതിന് മാക്സിമം സെയിൽസ് കൊണ്ടുവരാം, ഇപ്പൊ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് എഴുതുന്നു. അപ്പൊ ആ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ, കാരണം ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ലെവൽ ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം റിയൽ ലൈഫുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ, പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഒരു ചെറിയ ചാപ്റ്റർ ആണ്, അതിനകത്ത് നിങ്ങൾ കൺസ്യൂമറിന്റെ റൈറ്റ്സും അതുപോലെ റിഡ്രസൽ ഏജൻസീസ് ഏതൊക്കെ, ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, കൺസ്യൂമറിന്റെ റൈറ്റ്സ്, റിഡ്രസൽ ഏജൻസീസ്. അപ്പൊ ഗിവൺ ദ കൺസ്യൂമർ കംപ്ലൈന്റ് സിനാരിയോ, ഐഡന്റിഫൈ ദ റൈറ്റ് ആൻഡ് റിഡ്രസൽ സ്റ്റെപ്സ്. അപ്പൊ അതായത് ഒരു സിറ്റുവേഷൻ, ഒരു കൺസ്യൂമറിന്റെ പരാതി വരുന്ന ഒരു സിറ്റുവേഷൻ തന്ന ശേഷം നിങ്ങളോട് ചോദിക്കും ഐഡന്റിഫൈ ദ റൈറ്റ്സ് ആൻഡ് റിഡ്രസ്ഡ് സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന റിഡ്രസലിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാവാം നിങ്ങളോട് അവിടെ ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവർ ഏത് കൺസ്യൂമറിന്റെ ഏത് റൈറ്റ് ആണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ ഫോളോ ചെയ്യാണ്ടിരുന്നിട്ടുള്ളത്, ഓക്കെ, അല്ലെങ്കിൽ ഏത് റൈറ്റ് ആണ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നൊരു ചോദ്യം ചോദിച്ച ശേഷം നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഏത് റിഡ്രസൽ ഏജൻസിയുടെ അടുത്താണ് അവർ പോകേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ചാപ്റ്റേഴ്സിൽ നിന്ന്, ഈ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, 1 മുതലുള്ള എല്ലാ ചാപ്റ്ററും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓരോ ചാപ്റ്റർ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, വെയിറ്റേജും അതുപോലെ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സും. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നാൽ ജനറലി ഒരു ഐഡിയ ആണ് ഞാൻ തന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്. ഏതൊക്കെ ആവാം ഒരു ഫോക്കസ് ഏരിയയിൽ നിന്ന് എങ്ങനെയാവാം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊരു ഐഡിയ. അപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ പറയുമ്പോൾ ലൈവുകൾ കൃത്യമായിട്ട് കാണാം. അതിൻ്റെ അകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ മാറി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള ആ ഒരു പാറ്റേണിലുള്ള മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആവാം ആണ് നിങ്ങളുടെ ലൈവുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ടോപ്പിക്സ് ഏതെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ഇതുപോലെ വീഡിയോസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ആൻഡ് ദെൻ ഈ കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റിലൂടെ നിങ്ങളുടെ ലൈക്സിലൂടെയും അറിയിക്കാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് എക്സാം അടിപൊളിയാക്കാം, ഉഷാറാക്കാം. താങ്ക് യു.